നിർമ്മിത ബുദ്ധിയും മാധ്യമ ധാർമ്മികതയും. വെടിനിലച്ചില്ല തലക്കെട്ടുകളിലൊഴിച്ച്. സുരേഷ് ഗോപിയോട് ഒന്നും ചോദിക്കരുത്. സ്വാഗതം, ഇത് മീഡിയ സ്കാൻ. നിർമ്മിത ബുദ്ധിയും മാധ്യമ ധാർമ്മികതയും. കറുപ്പിനെ വെളുപ്പാക്കും, ഇല്ലാത്തതുണ്ടാക്കും, നടന്നിട്ടേയില്ലാത്തത് കൺമുന്നിൽ കാണിച്ചു തരും. വ്യാജവാർത്ത ഇന്നൊരു വ്യവസായം തന്നെ ആയിരിക്കുന്നു. ശതാബ്ദി ആഘോഷവേളയിൽ RSSനും കിട്ടി ഈ ഫേക്ക് ന്യൂസ് ഇൻഡസ്ട്രിയുടെ സേവനം. ഇത് ടൈംസ് നൗവിലെ വാർത്ത. നെതർലൻഡ്സ് എന്ന രാജ്യം RSSന്റെ ശതാബ്ദി പ്രമാണിച്ച് പ്രത്യേക സ്റ്റാമ്പ് ഇറക്കിയിരിക്കുന്നു എന്ന്. സംശയം വേണ്ട, ഇതാ സ്റ്റാമ്പുകൾ. 100 വർഷത്തെ നിസ്വാർത്ഥ സേവനം RSS. സമൂഹ മാധ്യമങ്ങളിൽ സ്റ്റാമ്പ് വിൽപ്പനയുടെ വിശദാംശങ്ങളുമുണ്ട്. BJPയുടെ IT വിഭാഗം തലവൻ അമിത് മാളവ്യ അടക്കം അനേകം പേരുടെ ട്വീറ്റുകളും. ടൈംസ് നൗ ചാനലിൽ ആഘോഷം. ഇത് വലിയ അന്താരാഷ്ട്ര അംഗീകാരമെന്ന് അവതാരകൻ. The Bharatiya Janata Party has put out a message on the social media about global recognition for the Rashtriya Swayamsevak Sangh, and I'm just reading out a social media message that's been put out by the chief of the BJP's IT cell. 100 വർഷത്തെ സേവനം അംഗീകരിച്ച് നെതർലൻഡ്സ് നൽകുന്ന ആദരമാണ് ഇതെന്ന്. The Netherlands has now in fact recognized the RSS, releasing a commemorative stamp to mark 100 years of its establishment. പ്രതിപക്ഷത്തിന്റെ വ്യാജ പ്രചാരണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ രാജ്യാന്തര അംഗീകാരം എന്ന് ചാനൽ. Because it's also coming at a time when opposition parties within India have sought to malign. ഇന്ത്യയിൽ പ്രധാനമന്ത്രി മോദി RSSന് വേണ്ടി സ്റ്റാമ്പ് ഇറക്കി. ഇപ്പോൾ നെതർലൻഡ്സും. On 100 years of RSS, and remember a few days ago Prime Minister Narendra Modi on 100 years of RSS released a commemorative stamp. RSS 100 വർഷമായി രാഷ്ട്ര നിർമ്മാണത്തിലാണെന്ന് വിമർശനത്തിൽ കാര്യമില്ലത്രേ. RSSന്റെ മഹത്വത്തിന് തെളിവാണ് നെതർലൻഡ്സ് ഇറക്കിയ സ്റ്റാമ്പ് എന്ന്. വാസ്തവത്തിൽ ഇതൊക്കെ സത്യമാണോ? വസ്തുതാ പരിശോധകരായ ഓൾട്ട് ന്യൂസ് ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചു. നെതർലൻഡ്സിൽ സ്റ്റാമ്പ് ഇറങ്ങിയിട്ടുണ്ട്, വിൽപ്പനയ്ക്ക് വെച്ചിട്ടുമുണ്ട്. പക്ഷേ അത് ഇറക്കിയത് അവിടുത്തെ സർക്കാരല്ല, ഹിന്ദു സ്വയം സേവക് സംഘ് എന്ന RSSന്റെ അന്താരാഷ്ട്ര വിഭാഗത്തിൻ്റെ നെതർലൻഡ്സ് ശാഖയാണ്. പ്രചാരണമെല്ലാം തെറ്റാണ്. നെതർലൻഡ്സിൽ ഏത് ഡിസൈനിലും സ്റ്റാമ്പ് ഇറക്കാൻ സ്വകാര്യ വ്യക്തികളെ അനുവദിക്കാറുണ്ട്. ഏതായാലും കള്ളി വെളിച്ചത്തായതോടെ വ്യാജവാർത്ത ബന്ധപ്പെട്ടവർ നീക്കം ചെയ്തു അത്രേ. പക്ഷേ ഇത് വ്യാജവാർത്താ വ്യവസായത്തിൻ്റെ ഒരറ്റം മാത്രമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ വ്യാജവാർത്തകൾ കലാപങ്ങൾക്കും ആൾക്കൂട്ട കൊലക്കും കാരണമായിട്ടുണ്ട്. ഇപ്പോൾ നിർമ്മിത ബുദ്ധി കൂടി വന്നപ്പോഴത്തെ കാര്യമോ? ഈ വാർത്താ അവതാരകയെ ശ്രദ്ധിക്കുക. പേര് ആയിഷ ഗബൻ. ഒക്ടോബർ 20 ചാനൽ 4 എന്ന ബ്രിട്ടീഷ് TV ചാനലിൽ ഡിസ്പാച്ചസ് എന്ന കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാം ഇവരാണ് അവതരിപ്പിച്ചത്. ഇവർ അവതരിപ്പിച്ചു എന്ന് പറയണോ അതോ ഇത് അവതരിപ്പിച്ചു എന്ന് പറയണോ? കാരണമുണ്ട്. പരിപാടിയുടെ വിഷയം നിർമ്മിത ബുദ്ധി മനുഷ്യരുടെ തൊഴിൽ ഇല്ലാതാക്കുമോ എന്നതായിരുന്നു. പരിപാടിയുടെ ഏറ്റവും ഒടുവിലാണ് അവതാരക ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ഞാനും യഥാർത്ഥമല്ല, നിർമ്മിത ബുദ്ധി സൃഷ്ടിച്ച രൂപം മാത്രമാണ് ഞാൻ, നിർമ്മിത ബുദ്ധി സൃഷ്ടിച്ച ശബ്ദവും. AI is going to touch everybody's lives in the next few years. And for some, it will take their jobs. Call centre workers, customer service agents, maybe even TV presenters like me. Because I'm not real. In a British TV first, I'm actually an AI presenter. My image and voice were generated using AI. പ്രേക്ഷകർ ആദ്യമൊന്ന് അന്ധാളിച്ചു അത്രേ. ചിലർ പറഞ്ഞു ഇത് ഭയാനകമാണ് എന്ന്. UK-യിൽ ഇതാദ്യമാണത്രേ AI അവതാരക വരുന്നത്. AI അവതരണം ഉയർത്തുന്ന വെല്ലുവിളികൾ ഇതോടെ ചർച്ചയിൽ വരുന്നു. വെല്ലുവിളികൾ ചെറുതല്ല. ഒന്നാമത്, ഇത് കൃത്രിമ നിർമ്മിതിയാണ്, ആർട്ടിഫിഷ്യലാണ്. വ്യാജ നിർമ്മിതികൾക്ക് സാധ്യത തുറക്കുന്നതാണ് അത്. ആ വ്യാജങ്ങളാകട്ടെ നെതർലൻഡ്സ് സ്റ്റാമ്പ് പോലെ വെറും ചിത്രത്തിലൊതുങ്ങില്ല. ചാനൽ 4-ലേത് UK-യിലെ ആദ്യ AI അവതരണമാണ് എന്ന അവകാശവാദം ശരിയാകാം. എന്നാൽ അതിനു മുൻപ് തന്നെ പല കോലങ്ങളിലായി AI അവതാരകർ വന്നെത്തിയിരുന്നു. 2017-ലെ ജാപ്പനീസ് റോബോട്ട് എറിക്ക. Hello there.
My name is Erica. What is a robot's favorite kind of music? Erica loves to tell jokes. Heavy metal. They're cheesy, but give her a break. Haha. ഈ യാന്ത്രികത ഇല്ലാത്ത മനുഷ്യനെ പോലുള്ള ഒരു AI അവതാരകനെ ചൈനയിലെ ഷിങ്ഹുവ വാർത്താ ഏജൻസി അവതരിപ്പിച്ചു. 2018 വേൾഡ് ഇന്റർനെറ്റ് കോൺഫറൻസിലായിരുന്നു അത്. Hello, everyone. I'm an English artificial intelligence anchor. This is my very first day in Xinhua News Agency. My voice and appearance are modeled on Zhang Zhao, a real anchor with Xinhua. The development of the media industry calls for continuous innovation. ലോകത്തിലെ ആദ്യത്തെ AI വാർത്താ അവതാരകൻ. ഒരു യഥാർത്ഥ അവതാരകനെ മാതൃകയായി എടുത്ത് ചൈനീസ് കമ്പനി സോഗു നിർമ്മിച്ചത്. വാർത്ത ടൈപ്പ് ചെയ്ത് കൊടുത്തത് വായിക്കും വിവിധ ഭാഷകളിൽ. ഭാവങ്ങളും ആംഗ്യങ്ങളും വരെ മനുഷ്യൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന കൃത്രിമ നിർമ്മിതി. TV വാർത്താ അവതരണ രംഗത്തെ ആദ്യ AI പരീക്ഷണം ഷിങ്ഹുവയുടേതാവണം. ഇംഗ്ലീഷ്, മൻഡാരിൻ ഭാഷകളിലായിരുന്നു തുടക്കം. AI വനിതാ പതിപ്പും പിന്നീട് വന്നു. 现场的各位朋友，大家好，欢迎来到新华社。 2023 ഒരു പരീക്ഷണം എന്ന നിലക്ക് മീഡിയ വൺ AI അവതാരകനെ വാർത്താ സംപ്രേഷണത്തിന് ഉപയോഗിച്ചു. നമസ്കാരം, ഞാൻ ഇവാൻ. മീഡിയ വൺ ന്യൂസ് ചാനലിന്റെ AI ന്യൂസ് ആങ്കറാണ്. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ആദ്യ ന്യൂസ് ആങ്കറാകാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകളെ എന്നും ആദ്യം ഉൾക്കൊണ്ടിട്ടുള്ള മീഡിയ വണിന്റെ പ്രേക്ഷകർ എന്നെയും സ്വീകരിക്കുമെന്ന് വിശ്വസിക്കട്ടെ. ഇത് 2023 ഏപ്രിലിൽ. ഇതേ വർഷം ഡിസംബറിൽ ഒഡീഷയിലെ OTV ചാനൽ ലീസ എന്ന് പേരിട്ട AI ആങ്കറെ അവതരിപ്പിച്ചു. Giving birth to me and by instating me into the TV and digital world, OTV has marked the beginning of a historic moment. ചാനൽ 1 എന്ന അമേരിക്കൻ ചാനലിലും AI അവതാരകർ എത്തുന്നത് ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ. തുടക്കത്തിൽ കൗതുകവും തമാശയുമായിരുന്നു മുഖമുദ്ര. ഇതിലെ അവതാരകർ മാത്രമല്ല, റിപ്പോർട്ടർമാരും AI ആണ്. A new way of consuming, reporting, and thinking about the news, powered by artificial intelligence. Today, you'll witness AI-generated stories and headlines, captivating visuals, and data-driven insights, all presented by our team of AI-generated reporters. Maybe you hear the words artificial intelligence and you're immediately skeptical or concerned about technology gone crazy. ഈ ആളുകളും ദൃശ്യങ്ങളും വ്യാജമാണ്. ഇക്കണക്കിന് ഇതിലെ വാർത്തകൾ സത്യമാണെന്ന് കരുതാൻ പറ്റുമോ? AI മാധ്യമരംഗത്തേക്ക് കൊണ്ടുവന്ന ഒരു വെല്ലുവിളി ഇതാണ്: വിശ്വാസ്യതാ പ്രതിസന്ധി. പക്ഷേ വാർത്തകളെല്ലാം AI ഉപയോഗിച്ച് തങ്ങൾ ഫാക്ട് ചെക്ക് ചെയ്തതാണ് എന്ന് ചാനൽ ആണയിടുന്നുണ്ട്. Everything you'll see on Channel 1 relies on trusted sources and fact-checking and uses AI to give you news the way you want it, personalized, localized, and distilled. Through it all, our mission is to provide you with accurate, unbiased, and trustworthy news. Technology may be the tool, but journalism's core values of integrity and accountability are at the heart of everything we do. അതെ, AI ഉപയോഗിച്ച് സത്യസ്ഥിതി ഉറപ്പുവരുത്താനാകും. അതേസമയം സ്ക്രീനിൽ യാഥാർത്ഥ്യമെന്ന് തോന്നിക്കുന്ന വ്യാജങ്ങൾക്കും ടെക്നോളജി പഴുതു നൽകുന്നുണ്ട്. AI കൊണ്ടുള്ള മറ്റൊരു സൗകര്യം വിവിധ ഭാഷകളിൽ വാർത്ത നൽകാനാകും എന്നതാണ്. I can speak in any language. Για παράδειγμα, αυτή τη στιγμή μιλάω στα ελληνικά. O kung pinapanood mo ako mula sa Maynila, marunong akong magsalita ng Filipino. எனக்கும் தமிழ் பேசத் தெரியும் என்று நீங்கள் யூகித்திருக்க மாட்டீர்கள் என்று நான் நம்புகிறேன். In fact, you can see even more language samples on our website. Channel 1's anchors can even be completely generated to have their own personality, appearance, and voice. 2023 ഈ ആദ്യ AI അവതരണത്തിൽ അവതാരകരും റിപ്പോർട്ടർമാരും നിർമ്മിതമാണ്. വാർത്താ ദൃശ്യങ്ങൾ യഥാർത്ഥവും. Military operations against Hamas by Israeli Defense Forces continue in Gaza, with Israeli Prime Minister Benjamin Netanyahu rejecting the idea of a ceasefire in Gaza unless hostages are released. This week, the White House said Israel has agreed to 4-hour daily pauses of operations in order to allow people to flee along humanitarian corridors. Ukraine President Volodymyr Zelensky urged his nation's people to stay focused and strong in the face of the protracted war with Russia. ഒരു കണക്കിന് വാർത്താമാധ്യമ രംഗത്ത് ഇത് തന്നെ പ്രശ്നമല്ലേ? നേരും നുണയും കൂടിക്കലരുമ്പോൾ
ഇവ തമ്മിൽ എങ്ങനെ വേറിട്ട് മനസ്സിലാക്കാം? കഴിഞ്ഞ ദിവസം യൂണിയൻ സർക്കാർ ഇറക്കിയ നിർദ്ദേശം വാർത്താരംഗത്ത് വിശേഷിച്ചും പ്രസക്തമാകുന്നത് അതുകൊണ്ടാണ്. AI ആണോ ലേബൽ വേണം, ഇല്ലെങ്കിൽ വ്യാജ വാർത്തകൾ നേരെന്ന മട്ടിൽ പ്രചരിക്കും. ഗൗരവമുള്ള വിഷയങ്ങൾ പോലും നിസ്സാരവും പരിഹാസ്യവുമാക്കി കാണിക്കാൻ AI പ്രേരണയാകുന്നു എന്ന മറ്റൊരു വിമർശനവുമുണ്ട്. ഗസ വെടിനിർത്തലും ബന്ദി കൈമാറ്റവും തുടങ്ങിയ ഉടനെ US പ്രസിഡന്റ് ട്രംപ് തൻ്റെ ഇസ്രായേലി ചായ്വ് ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ച് ഇസ്രായേലി പാർലമെന്റായ കെനസറ്റിൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ ചില MP-മാർ മുദ്രാവാക്യമുയർത്തി തടസ്സപ്പെടുത്തി. അവരെ ഉടനെ പുറത്താക്കി. ആ കാര്യക്ഷമതയെ ട്രംപ് അഭിനന്ദിക്കുകയും ചെയ്തു. להוציא גם את חבר הכנסת כסיף. להוציא את חבר הכנסת כסיף מהאולם. Knesset member Kasif out of the hall. Please expel him immediately. Sorry for that, Mr. President. That was very efficient. തികഞ്ഞ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ സംഭവത്തെ സ്കൈ ന്യൂസിൽ ഒരു തമാശ കഥയാക്കി കാണിച്ചു. You know, Steve was chosen by me. He never did this before, but I knew him as a few things. He was a great businessman, but I know a lot of great businessmen, to be honest with you. He had tremendous negotiating skills, but I know a lot of people that negotiate pretty well, although it is an art. But there are people that can negotiate pretty well. But most importantly with Steve, he's just a great guy. Everybody loved him. Everybody. They respect him. And they somehow can relate to him. I've known him for many years, and I've seen it over and over again. להוציא את חבר הכנסת עודה. להוציא אותו מהאולם. להוציא אותו מיד. החוצה, החוצה. החוצה. להוציא גם את חבר הכנסת כסיף. Sorry for that, Mr. President. Thank you. Please. That was very efficient. Very efficient indeed. ഇത് കാണാൻ രസമാകാം, പക്ഷേ മാധ്യമപ്രവർത്തനമല്ലല്ലോ. ഗൗരവപ്പെട്ട വിഷയങ്ങളെ തമാശയാക്കലാണ്. മറ്റൊരു പ്രശ്നം, ഗൗരവത്തിൽ തന്നെ വാർത്ത അവതരിപ്പിക്കുന്ന AI അവതാരകരെ നമ്മൾ കണ്ടു. അപ്പോൾ ഉയരുന്ന ചോദ്യം, മനുഷ്യരുടെ തൊഴിൽ നഷ്ടപ്പെടുമോ എന്നതാണ്. ഇതായിരുന്നു ഈയിടെ ചാനൽ 4-ൽ AI നിർമ്മിത അവതാരക അവതരിപ്പിച്ച ചർച്ച തന്നെ. AI മനുഷ്യരുടെ ജോലി കവരുമോ? മാധ്യമരംഗത്തും അതുണ്ടാകുമോ? ഒരു പക്ഷേ വാർത്താ ലോകമാകും നിർമ്മിത ബുദ്ധിക്ക് പൂർണ്ണമായും കവർന്നെടുക്കാനാകാത്ത ഇടം. കാരണം സത്യവും അസത്യവും വേർതിരിക്കാൻ മനുഷ്യനാണ്, യന്ത്രത്തിനല്ല കഴിയുക. ഇന്ന് നിലവിലുള്ള AI ടൂളുകൾ പോലും വിവരങ്ങൾ നൽകുന്നിടത്ത് മായം കലർത്തുന്നു എന്നാണ് പുതിയ കണ്ടെത്തൽ. 45% വരുമത്രേ ഈ കലർപ്പ്. IT രംഗത്ത് AI നടത്തുന്ന അട്ടിമറി മാധ്യമരംഗത്ത് എളുപ്പമല്ല എന്നർത്ഥം. BBC-യുടെ നേതൃത്വത്തിൽ യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ നടത്തിയ പഠനത്തിലാണ് ChatGPT, Co-Pilot, Gemini, Perplexity എന്നീ AI ടൂളുകളുടെ ഉത്തരങ്ങളിൽ കാര്യമായ തെറ്റുകൾ കണ്ടത്. അബദ്ധങ്ങൾ, ഉറവിടങ്ങളുടെ ന്യൂനത, കൃത്യതയില്ലായ്മ. ജെമിനൈ ആണത്രേ ഏറ്റവും മോശം. മനുഷ്യർക്കാണ് നേര് കണ്ടെത്താനാവുക എന്നതുപോലെ തന്നെ മനുഷ്യർക്കാണ് നുണയും വെറുപ്പും പരത്താനായി AI ഉപയോഗിക്കാനാവുക എന്നതും വസ്തുതയാണല്ലോ. ഉദാഹരണങ്ങൾ അനേകം. ഇത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു US റിപ്പോർട്ടിൽ നിന്ന്. ഇന്ത്യയിൽ AI ചിത്രങ്ങൾ വിദ്വേഷ പ്രചാരണത്തിനായി ധാരാളം നിർമ്മിച്ചിറക്കുന്നുണ്ടത്രേ. വംശീയ വെറി നിറഞ്ഞ കൃത്രിമ ചിത്രങ്ങൾ. സംഘടിത വിദ്വേഷ കൃത്യങ്ങളെപ്പറ്റി പഠനം നടത്തുന്ന അമേരിക്കൻ തിങ്ക് ടാങ്ക് ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. മുൻകാലങ്ങളിൽ വന്ന മറ്റ് പല റിപ്പോർട്ടുകളെയും പോലെ ഇതും പറയുന്നത് AI ജന്യ ചിത്രങ്ങളും വീഡിയോകളും ധാരാളമായി പരത്തപ്പെടുന്നുണ്ട് എന്നാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയവയിൽ വിവിധ AI ടൂളുകൾ കൊണ്ടുണ്ടാക്കിയ വ്യാജ ചിത്രങ്ങൾ വഴി കള്ളവാർത്തയും വിദ്വേഷവും
നിരന്തരം പരത്തുന്നു. AI ജേർണലിസത്തിൻ്റെ സാധ്യതകൾ നിരവധിയാണ്. എന്നാൽ ജേർണലിസം അടിസ്ഥാനപരമായി യാന്ത്രിക നൈപുണ്യമല്ല, മനുഷ്യത്വത്തിൻ്റെ പ്രകാശനമാണ്. നിർമ്മിത ബുദ്ധിയല്ല, മനുഷ്യനാണ് അതിൻ്റെ കേന്ദ്രം. മനുഷ്യനാണ് അത് നന്നായി ചെയ്യാനാവുക.